ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു SSS916. ഒരു കോമഡി കണ്ട് കമ്മ്യൂണിറ്റി പോസ്റ്റ് കണ്ട് ചിരിച്ചു. എങ്കിലും ഇച്ചിരി മറുപടി കൊടുത്തില്ല, ശരിയാവില്ലെന്ന് തോന്നി. എൻ്റെ രണ്ടാമത്തെ ചാനൽ പോയത് കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് കിട്ടിയിട്ട് പറയുന്നതായിരുന്നറിയോ, ലോക്കപ്പിൽ കിടന്ന് ഇടിയും കൊണ്ടിട്ട് വന്ന പേന്ത എന്ന് പറഞ്ഞാൽ അറിയോ, മന്ദബുദ്ധി. അതാണ് പറയുന്നത്. എടാ മന്ദബുദ്ധി മണംകുണാശ, ആദ്യം പോയി എൻ്റെ പഴയ ചാനലിൻ്റെ പേരടിക്ക് SSS2.0. അതിപ്പോഴും അവിടെ ഉണ്ട് സംഭവം. എന്നിട്ട് അതിലെ ലൈവ് പോയി നോക്ക്. ആ ലൈവിൽ ഏറ്റവും ലാസ്റ്റ് ലൈവ് ഞാൻ എൻ്റെ വീഡിയോ സ്റ്റാൻഡിൽ ഞാൻ ഫോൺ എടുത്ത് വെച്ചപ്പോഴത്തേക്കും ഞാനിങ്ങനെ ഹായ് ബായ് എല്ലാം പറഞ്ഞ് വെൽക്കം പറഞ്ഞു വരുമ്പോഴത്തേക്കും വീഡിയോ സ്റ്റാൻഡിൽ നിന്ന് താഴെ വീണു. അതിൻ്റെ സൈഡിലുള്ള 2 ബട്ടൺ, സ്ട്രക്ക് ബട്ടൺ, അതിൻ്റെ അടുത്തൊന്നും ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. എങ്കിലും നീ ഇങ്ങനെ കള്ളക്കഥ പഠിക്കുമ്പോൾ ഉള്ളക്കഥ ഞാൻ പറയണമല്ലോ, അതുകൊണ്ട്. അപ്പോൾ 2 സ്ട്രക്കായ ബട്ടൺ, 2 വോളിയം കൂട്ടുന്നതും കുറയ്ക്കുന്നതും. എന്നിട്ട് എങ്ങനെയുണ്ടൊക്കെ അതിൽ നിന്ന് ഞാൻ ഇപ്പോൾ ഈ റൈറ്റ് സൈഡിലുള്ള പവർ ബട്ടൺ എടുത്തിട്ട് ഞാനിങ്ങനെ പവർ ഓൺ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴേ റീബൂട്ട് കാണിച്ചു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, റീബൂട്ട് കൊടുക്കാൻ നേരത്തേക്ക് ബ്രാക്കറ്റിൽ കാണിച്ചു കോണ്ടാക്ട്സ്, ഫോട്ടോസ് ഒന്നും ഡിലീറ്റ് ആവത്തില്ല എന്ന് കാണിച്ചുകൊണ്ട്, ആപ്ലിക്കേഷൻസ് ഇതിലുള്ളതൊന്നും ഡിലീറ്റ് ആവത്തില്ല എന്ന് കാണിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ റീബൂട്ട് കൊടുത്തിട്ട് ഫോൺ ക്ലിയർ ആയില്ല. പിന്നെ നിനക്ക് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. കളിക്കാവുള്ള ജംഗ്ഷനിൽ നേരെ ഓപ്പോസിറ്റിൽ, ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ ഷർജിൻ മൊബൈൽ ഷോപ്പ് എന്നൊരു ഷോപ്പുണ്ട്. അവിടെ പോയിട്ട് 23-ാം തീയതി ഈ ഫോൺ ഞാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് നീ ഒന്ന് ചോദിക്കും. അപ്പോൾ അവിടെ കൊടുത്ത് വെറും 200 രൂപയായുള്ളൂ അതിൻ്റെ ബട്ടൺ ക്ലിയർ ആക്കിയപ്പോഴത്തേക്കും. പക്ഷേ അപ്പോഴത്തേക്കും എൻ്റെ ഫോണിലെ സംഗതികൾ മുഴുവനും ഫോർമാറ്റായി പോയിട്ടുണ്ടായിരുന്നു. ഇതാണ് സംഭവിച്ചത്. സോ എൻ്റെ Gmail ID എനിക്ക് മറന്നുപോയി. Gmail ID അറിയാം, sanushree916@gmail.com ആൻഡ് അനദർ വൺ sreesmind916@gmail.com. പിന്നെ ഒന്ന് SSS916@gmail.com. അതെല്ലാം അറിയാം. പക്ഷെ എനിക്ക് പാസ്വേഡുകൾ മറന്നുപോയി. അങ്ങനെ പാസ്വേഡ് മറന്നു. ഞാൻ കുറേ പാസ്വേഡ് ട്രൈ ചെയ്തു. ഈവൻ ഇന്നലെയും കൂടെ ഞാൻ പവറിനെ വിളിച്ചിട്ട് പവർ പറഞ്ഞു, സിസ്റ്ററെ ഇത് ചെയ്തെടുക്കാൻ പറ്റും, സിസ്റ്റർ കൊടുത്ത മൊബൈൽ നമ്പർ കൊടുക്കുക. അങ്ങനെ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ വീണ്ടും Gmailലോട്ട് പാസ്വേഡ് പോയി എന്നാണ് കാണിക്കുന്നത്. അതൊക്കെ ഞാൻ ഇന്നലെ സ്ക്രീൻഷോട്ട് എടുത്ത് പവറിന് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ബ്രോ ഇങ്ങനെയാണ് കാണിക്കുന്നതെന്ന്. അപ്പം നമ്മൾ Gmailലോട്ട് പോകുന്ന Gmail ഓപ്പൺ ചെയ്യണമെങ്കിൽ എൻ്റെ പാസ്വേഡ് എനിക്ക് ഓർമ്മ വേണ്ടേ. അങ്ങനെയാണ് ഈ ചാനൽ പോയിട്ടുള്ളത്. അത് എനിക്ക് എപ്പോഴെങ്കിലും ഞാൻ എവിടെയെങ്കിലും എവിടെയോ ഒരിടത്ത് എഴുതി വെച്ച ഓർമ്മയുണ്ട്. അതിനെ തപ്പിപ്പിടിച്ചെടുത്താൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റിയാൽ ഞാൻ റിക്കവർ ചെയ്തെടുക്കും. അപ്പോഴും നീ പറയണം കമ്മ്യൂണിറ്റി സ്ട്രൈക്ക്, നിൻ്റെ അച്ഛൻ തന്ന കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് കൊണ്ട് എൻ്റെ ചാനൽ അത് മന്ദബുദ്ധി എവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വന്നവരുടെ നീ കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് കൊണ്ട് ഒരു ചാനൽ, എൻ്റെ പഴയ ചാനൽ കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് കൊണ്ട് പോയി. ഇപ്പം ആ ചാനൽ നീ പേരടിച്ച കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് കൊണ്ടാണ് നീ ഭയങ്കര യൂട്യൂബിലെ തേങ്ങയാണെന്ന് പറയും. നിൻ്റെ കൂട്ടുകാരെ തേങ്ങ എടുത്തിട്ട് വരും. കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് കൊണ്ട് ഒരു ചാനൽ പോയി കഴിഞ്ഞാൽ നമ്മളത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ലടാ ഇത്ര ദിവസം കഴിയുമ്പോൾ. എൻ്റെ ചാനൽ ഇനി എന്ന് നീ അടിച്ചാലും കിട്ടും. കാരണം അത് അടിച്ചു പോയ ചാനലല്ല. എൻ്റെ പാസ്വേഡ് എനിക്ക് ഓർമ്മയില്ലാണ്ട് റിക്കവർ ചെയ്യാൻ പറ്റാതെ കിടക്കുന്നതാണ്. എൻ്റെ പഴയ തമിഴ് ചാനൽ പോലെ. അത്രയേ ഉള്ളൂ. അത് എടുക്കാൻ പറ്റിയാൽ എടുക്കൂ, ഇല്ലെങ്കിൽ ഇല്ല, അത്രയേ ഉള്ളൂ. പോയാൽ ഇതാണ്, മനസ്സിലായോ? പിന്നെ ഇനി അത് പോയെന്ന് പറഞ്ഞിട്ട് ഞാൻ കരഞ്ഞോ? അത് ഓൾറെഡി മോണറ്റൈസേഷൻ ആകാത്ത ചാനലാണ്. പിന്നെ വേറൊരു കാര്യം, ഈ ചാനൽ ഞാൻ തുടങ്ങി 3 ദിവസത്തിലാണ് എനിക്ക് 950 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളത്. മനസ്സിലായോ? നിന്നെപ്പോലെ 30 ദിവസത്തിലല്ല, 3 ദിവസത്തിൽ 950 ഇതായിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് എന്താ പറയുക, അത്യാവശ്യം 1000, 1500, 2000, 3000 വ്യൂസ് കിട്ടുന്നുണ്ട്. എനിക്ക് ഇത് മതിയടാ മന്ദബുദ്ധി. നിന്നെ എവിടെ നിന്നാ വിളിച്ചു? പിന്നെ ജയിലിലെ കഥ നീ പണ്ടോട്ടെ പറയണം. നിൻ്റെ അച്ഛൻ ജയിലിൽ കിടന്നു, നിൻ്റെ സഹോദരി ഇപ്പോൾ വിദേശത്ത് ജയിലിൽ കിടക്കുന്നു. അതിന് ഞാൻ എന്ത് വേണം? ഞാൻ ജയിലിൽ കിടന്നു, നീ കുറേ കാലം കൊണ്ട് പറയുന്നു. ജയിലിൽ കിടക്കുന്നത് ഞാനാണ്, വിദേശത്ത് പോകാൻ വിസയും തപ്പിക്കൊണ്ടിരിക്കുന്നത്. കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പോകും. എൻ്റെ ആളെ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ പണം ഇറക്കി ചെയ്യാൻ പറ്റുന്നില്ല. പുള്ളിക്കാരൻ അവിടെ പോയിട്ട് 3 മാസം ശമ്പളം ഇല്ലാതെ ജോലി. ഈ മാസത്തോടെ 3 മാസം പൂർണ്ണമാകും. അടുത്ത മാസം തൊട്ടേ പുള്ളിക്കാരൻ്റെ ശമ്പളം വരത്തുള്ളൂ. ഈ മാസം ശമ്പളം വന്നിട്ടുണ്ട്. പക്ഷേ ആ ശമ്പളം പുള്ളിക്കാരൻ ഓൾറെഡി 3 മാസം അവിടെ നിന്നത് കൂട്ടുകാരുടെയൊക്കെ ദയവിൽ കയ്യിൽ നിന്ന് കടം മേടിച്ചിട്ടൊക്കെയാണ് നിന്നത്. അപ്പോൾ ആ കടം പുള്ളിക്കാരന് വീട്ടണം. അപ്പോൾ ഇനി അടുത്ത മാസമേ പുള്ളിക്കാരൻ്റെ ശമ്പളമൊക്കെ വരത്തുള്ളൂ ഇനി വീട്ടിലോട്ട്. അപ്പോഴെനിക്കെന്ത് ചെയ്യണം? ആ സമയത്ത് നമ്മൾ വിസ നോക്കും. വിസയ്ക്ക് കെട്ടിവെക്കും. വിസ ചുമ്മാ കിട്ടത്തില്ല. നിൻ്റെ അച്ഛൻ ചുമ്മാ തരത്തില്ല. 3 ലക്ഷം രൂപയോളം നമ്മൾ കെട്ടിവെക്കണം. അങ്ങനെ എടുത്ത് ഞാൻ പോകുമ്പോൾ ഞാൻ പോകും, അത്രയേ ഉള്ളൂ. പിന്നെ എന്നെ ഒരിടത്ത് ബാൻ ചെയ്ത് വിട്ടിടത്തിൽ തിരിച്ച് കയറ്റൂല്ലടാ മന്ദബുദ്ധി. എവിടെ നിന്നാണ് അതിനെ എടുത്തോളുന്ന പേന്തേ? എടാ എന്നെ ജയിലിലേക്ക് കർമ്മ തിരിച്ചടിച്ച് നിനക്കാണ്. എന്നെ ജയിലിൽ കയറി എന്ന് പറഞ്ഞ് ഒരു നാളെങ്കിലും ലോക്കപ്പ് ഇപ്പോൾ പോലീസുകാരന്മാരുടെ ഉമ്മ കൊണ്ടുകൊണ്ടുവന്ന നീയാണടാ വൃത്തികെട്ടവനെ. പിന്നെ ഈ കേസ് സ്ട്രോങ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ നീ ഇനിയും കയറും. നീ ലോകത്തെവിടെയോ ഉള്ള റോബിൻ, ലോകത്തെവിടെയുള്ള പൊടി എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നീ വിചാരിക്കണ്ട. അതിനുള്ള പണിയൊക്കെ നിനക്ക് കിട്ടും.
കിട്ടും, മനസ്സിലായ? അതുകൊണ്ട് കൂടുതൽ ഞൊട്ടാൻ വരല്ലേ മിസ്റ്റർ ബളിരാജേ. ബളി വിട്ടോണ്ട് അവിടെ പിടിക്കാൻ കുറേ അമ്മച്ചിമാരിൻ്റെ ചാനലിൽ കാണാം, അവരുടെ അടുത്ത് പറയാം. അല്ല ഇങ്ങോട്ട് ട്രിപ്പിളിനെ കയറി ഊക്കാൻ വരല്ലേ, തിരിച്ച് ഊക്കി അങ്ങോട്ട് വിടും, മനസ്സിലായ? അപ്പം അണ്ണൻ മൊണ്ണ, നിന്റെ സഹോദരി അവിടെ വിദേശത്ത് കിടന്നും ഇരുന്നും നിന്നും ഒക്കെ പണി ചെയ്ത് ഇങ്ങോട്ട് അയക്കുന്നില്ലേ, എടുത്ത് തിന്നിട്ട് കണ്ടവൻ്റെ നെഞ്ചത്തോട്ട് കയറാൻ നാട്ടുകാർ തല്ലിക്കൊല്ലാൻ നോക്കിക്കോ. പരമ ഡാഷ് മോനെ, വെക്കട്ടേടാ, പോട്ടേടാ.